നമ്മുടെ ഒരു കുട്ടി ഫോളോവർ ഒരു സംശയം ചോദിച്ചു, ചേട്ടാ ഇത്രയും വലിയ വണ്ടി എങ്ങനെയാണ് തൂക്കം നോക്കുന്നത് അല്ലെങ്കിൽ വെയിറ്റ് നോക്കുന്നത് എന്ന കാര്യം. അപ്പം ആ പയ്യൻ്റെ സംശയം തീർക്കാൻ വേണ്ടിയാണ് ഇന്ന് വണ്ടി സ്കെയിലിൽ കയറ്റിയ സമയത്ത് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മുടെ വണ്ടിക്ക് 3 ആക്സിലാണ് ഉള്ളത്. ഏറ്റവും ഫ്രണ്ടിലത്തെ ആക്സിലിന് സ്റ്റിയർ ആക്സിൽ എന്ന് പറയും. രണ്ടാമത്തെ ആക്സിലിന്, രണ്ടാമത്തെ 8 ജോഡി ടയറിന് ഡ്രൈവ് ആക്സിൽ എന്ന് പറയും. ഏറ്റവും ബാക്കിലത്തെ 8 ടയർ, 4 ജോഡി ടയറിന് ട്രെയിലർ ആക്സിൽ എന്ന് പറയും. അപ്പം ഏറ്റവും ഫ്രണ്ടിലത്തെ 2 ടയറിൽ നമുക്ക് കപ്പാസിറ്റി 12,000 പൗണ്ടാണ്. നടുക്കത്തെ 8 ടയറിന് 34,000 പൗണ്ടാണ് കപ്പാസിറ്റി. ഏറ്റവും ബാക്കിലത്തെ 8 ടയറിന് 34,000 പൗണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഏകദേശം 80,000 പൗണ്ട്. 80,000 പൗണ്ടാണ് മാക്സിമം അലോ ചെയ്യുന്നത്, നമ്മുടെ ട്രക്കിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെയിറ്റ്. എന്നപ്പം ചില സമയത്ത് ഈ ഷിപ്പേഴ്സ് നമുക്ക് ലോഡ് തരുന്ന ആൾക്കാർ ലോഡ് കയറ്റുന്ന സമയത്ത് ചിലപ്പോൾ ഫ്രണ്ടിൽ ലോഡ് കുറവായിരിക്കും, ബാക്കിൽ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൂടുതലായിരിക്കും, ബാക്കിൽ കുറവായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഈ കാർഗോ വെക്കുന്നതനുസരിച്ചാണ് ഇതിൻ്റെ വെയിറ്റ് മാറുന്നത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും ബാക്കിലത്തെ നമ്മുടെ 8 ടയറുകൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മാറ്റാൻ പറ്റും. ഈ ഹോള് കണ്ടില്ലേ, ഈ ഹോളിലാണ് നമ്മൾ ഈ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്നപ്പോൾ ഇതിന് ടാൻഡംസ് എന്ന് പറയും കേട്ടോ. ഈ ഹോൾസിന്, ഈ ബാക്കിലത്തെ ഈ 8 ടയേഴ്സിന് ടാൻഡംസ് എന്ന് പറയും. അപ്പോൾ ഈ ടാൻഡംസ്, ഈ ടയേഴ്സ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമ്മൾ നീക്കിയാണ് ഇതിൻ്റെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ബാക്കിൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ നമ്മളതിനനുസരിച്ച് ഇത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമ്മൾ മാറ്റും, ടയേഴ്സ് മാറ്റും. ആ ഒരു ലിവർ കണ്ടില്ലേ, ആ ലിവർ മാറ്റി വലിച്ചിട്ടാണ് നമ്മൾ ഈ ടയേഴ്സ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മാറ്റുന്നത്. നമ്മൾ ഈ ഹോൾസ് കണ്ടില്ലേ, ആ ഹോൾസ് എണ്ണിയിട്ട് ഇപ്പോൾ വെയിറ്റ് കൂടുതലോ കുറവാണെങ്കിൽ ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ മാറ്റും. അപ്പോൾ അതിന് സഹായിക്കുന്ന പല പല കാര്യങ്ങളുണ്ട്. ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും ബാക്കിൽ ടയർ ഈ വെയിറ്റ് കൂടുതലാണെങ്കിൽ, ബാക്കിലത്തെ ട്രെയിലർ ആക്സിലിൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ ഈ കാർഗോ നമ്മുടെ ട്രെയിലർ ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി ബാക്കിലോട്ട് എടുക്കും. അതപ്പം വെയിറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് മാറും. ആ നടുക്കത്തെ ഡ്രൈവ് ആക്സിലേക്ക് വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഡ്രൈവ് ആക്സിലിൽ ഈ നടുക്കത്തെ 8 ടയറിനകത്തിൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ ഈ ട്രെയിലർ ഫ്രണ്ടിലോട്ട് പിടിക്കുമ്പോഴത്തേന് വെയിറ്റ് നമ്മുടെ ബാക്കിലത്തെ ടയറിലേക്ക് വരും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം കാര്യം മനസ്സിലായോ? അപ്പം ബാക്കിലത്തെ 8 ടയറിനകത്തിൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രെയിലർ ബാക്കിലോട്ട് പിടിക്കും, വണ്ടി ബാക്കിലോട്ട് എടുക്കുമ്പോഴത്തേന് കുറച്ച് വെയിറ്റ് നടുക്കത്തെ ഡ്രൈവ് ആക്സിലേക്ക് മാറും. ഡ്രൈവ് ആക്സിലിൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കും. അപ്പോഴത്തേനും കുറച്ച് വെയിറ്റ് നമ്മുടെ ബാക്കിലത്തെ 8 ടയറിനകത്ത് 4 ജോഡി ടയറിനകത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തുടക്കക്കാർക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് ചെയ്ത് അങ്ങ് പ്രാക്ടീസ് ആകും. ഇതിനകത്തിലെ പല പല ചലഞ്ചുകളിൽ ഒന്നാണ് ഈ സംഭവം. നമ്മളെപ്പോഴും വെയിറ്റ് എടുക്കുമ്പോൾ കൂടുതലും ഒരു 35,000 പൗണ്ടിന് മുകളിൽ ലോഡ് കയറുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്ത് ഒരു സ്കെയിലിൽ, ഇപ്പോൾ നമ്മൾ ലോഡ് എടുത്തിട്ട് വരുന്നു, തൊട്ടടുത്തതിനുള്ള സ്കെയിലിൽ കയറ്റി വെയിറ്റ് നോക്കിയ ശേഷം മാത്രമേ നമ്മൾ ലോഡ് എടുത്തുകൊണ്ട് പോകാവൂ. അല്ലെങ്കിൽ പണി കിട്ടുന്നത് എവിടെയെന്ന് വെച്ചാൽ വെയിറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മൾ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെയിറ്റ് ചെക്കിംഗ് ഉണ്ട്. വെയിറ്റ് ചെക്ക് ചെയ്യും. ഈ പോലീസിൻ്റെ ഇവിടുത്തെ DOT എന്ന് പറയും, നമ്മുടെ ഹൈവേ പെട്രോളിൻ്റെ അതോറിറ്റിയിലുള്ള സംഭവമാണ്. അപ്പോൾ അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ വെയിറ്റ് കൂടുതലാണെങ്കിൽ പണി കിട്ടും, നമ്മുടെ ലൈസൻസിന് പണി കിട്ടും. ഇപ്പോൾ ഞാൻ ചെറിയ ക്യാമറ ഉപയോഗിക്കും കേട്ടോ ചില സമയത്ത് ഇത് കാണാൻ വേണ്ടി. ഈ ക്യാമറ വെച്ചിട്ട് നമുക്ക് ഈ പോയിൻറ്റുകൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഫ്രണ്ടിൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ കാണാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ ക്യാമറ ഉപയോഗിക്കുന്നത് കേട്ടോ. ചുമ്മാ മേടിച്ചാണ്, അല്ലാതെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. ഇത് കുറച്ചുകൂടെ നമുക്ക് പണി എളുപ്പമാവും. അതുകൊണ്ടാണ് ഞാൻ ആ ഹോൾസ് കറക്റ്റായിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ക്യാമറ ഉപയോഗിക്കുന്നത് കേട്ടോ. സോ ഇത് കുറച്ച് ഹെൽപ്പാകും. കണ്ടില്ലേ, അതിൻ്റെ ഡിസ്പ്ലേ ആണ്, ഡ്യൂ ഹോണസ്റ്റ് എന്ന ക്യാമറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പിന്നെ കാണാം. ഓക്കെ, ബൈ.